ദ്രോഹി, നിങ്ങൾ എന്തിനവിടെ വന്നു? അയ്യോ, എനിക്ക് വയ്യ, എനിക്ക് വയ്യ. ഞാൻ നശിച്ചു. ഈ വീടിന് തീ വെച്ചിട്ട് ഞാൻ എവിടെയെങ്കിലും പോകും. അയ്യോ, ഞാൻ ശാരദയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സഹായങ്ങൾ ഇപ്പോഴും അപ്പുവിനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി. വേണ്ട, അവനെ ഇറക്കണ്ട. നിങ്ങൾക്ക് പ്രതിഫലം തരാൻ ഇനി എന്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ തെറ്റുകാരനല്ല ശാരദ, നിന്നെ ഞാൻ സ്നേഹിച്ചു പോയി. അയ്യോ, ഇതെന്ത് നാശമാണ്. എന്റെ ഹൃദയം നിറയെ നീയാണ്. നിന്നെ ഞാൻ എന്റെ ജീവനേക്കാളേറെ സ്നേഹിച്ചു. അപ്പോ നീ എപ്പോഴാണ് വന്നത്? നീ എന്താണെന്ന് മിണ്ടാൻ നിൽക്കുന്നത്? നിന്നെ മാമനാണ് പിടിച്ചത്. എവിടെയെങ്കിലും അമ്മ നിൽക്ക്. മോളെ, ചേട്ടന്റെ കൂടെ പൊയ്ക്കും. കുഞ്ഞിന് നല്ല സുഖമില്ലെന്നാ തോന്നണത്. ഞാൻ പോയി കുറച്ച് കരുതാവ് പറിച്ചു കൊണ്ടുവന്ന് ചതച്ച് പിഴിഞ്ഞ്. ഒന്നും വേണ്ട, ഉത്തരവ് സംഭവിക്കും. ഏമാൻ എന്റെ കാര്യത്തിലൊരു നിവൃത്തി മാർഗം. ഞാൻ ആ ഇൻസ്പെക്ടറോട് ചോദിച്ചു. തന്റെ കയ്യിൽ നിന്നാണ് കടലാസ് പോയതെന്നാണ് അദ്ദേഹം പറയുന്നത്. സമാധാനം എഴുതി കൊടുത്തോ? എഴുതി കൊടുത്തു. നമ്മൾ ഇങ്ങനൊരു കടലാസ് കണ്ടിട്ടില്ലെന്നും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളത് കൊണ്ടുപോയിട്ടില്ലെന്നും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളത് തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്നുമാണ് എഴുതി കൊടുത്തത്. ഏമാൻ നമ്മളെ രക്ഷിക്കണം. തൊപ്പി പോയാ 1-2 4-5 കുടുംബം പട്ടിണിയാവും ഏമാന്റെ. താൻ ആ രവിയുടെ വീട്ടിനടുത്തുള്ള ഒരു മുസ്ലിം പെണ്ണിന്റെ ചായക്കടയിൽ പോവാറുണ്ടോ? കേസ് അന്വേഷണത്തിന്. താൻ ആ പെണ്ണിനെ കെട്ടാൻ പോവുകയാണ്? കേസ് അന്വേഷണത്തിന്. പെണ്ണ് കെട്ടിയാണോ കേസ് അന്വേഷിക്കുന്നത്? ആ പെണ്ണ് തന്നെ കബളിപ്പിച്ച് തന്റെ കയ്യിൽ നിന്ന് കടലാസ് തട്ടിയെടുത്തിരിക്കുന്നു എന്നാണ് ഇൻസ്പെക്ടർ പറഞ്ഞത്. താൻ പോയിക്കോ. എന്നാ ഞാനിങ്ങോട്ട്. എന്നാ ഞാനിങ്ങോട്ട്. സ്വീകരണങ്ങളൊക്കെ എങ്ങനെ ഇരുന്നു? ക്ഷേമമായിരുന്നു. DSP അദ്ദേഹം മാലയിട്ടു. ആയിരത്തി അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് 5000 രൂപ ഒരു പേഴ്സിനകത്താക്കി ഏമാന്റെ കയ്യിലേക്കും കൊടുത്തു. പോലീസുകാർ കൈയടിച്ചു. ഞാൻ ഏമാന്റെ അടുത്തായിരുന്നത്. അത് വളരെ നന്നായി. എനിക്ക് കുഞ്ഞിനോട് ഒരു സങ്കടം പറയാനുണ്ടായിരുന്നു. എന്റെ തൊപ്പി പോവും. നിങ്ങൾക്ക് തൊപ്പിയില്ലല്ലോ. എന്റെ ഉദ്യോഗം പോവും. അത്ര ആശ്വാസം. നിങ്ങൾ പൊയ്ക്കോളൂ. ഒന്ന് പോകാൻ എനിക്ക് അല്പം ആശ്വാസം വേണം. എന്നാ ഞാൻ ഇങ്ങോട്ട്. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അച്ഛൻ ലോക്കപ്പിൽ പോയി രവിയെ കാണണം. സാധ്യമല്ല. അച്ഛൻ നിരപരാധിയായ മനുഷ്യനെ ഒറ്റിക്കൊടുത്തു. അദ്ദേഹത്തെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ട സഹായമെങ്കിലും ചെയ്യണം. മനസ്സിന് സ്വൈര്യവുമില്ലാതായി. എന്നിട്ട് അച്ഛൻ പ്രതിഫലം പറ്റി. ഭ്രാന്ത് പിടിപ്പിക്കരുത്. അച്ഛന് വയ്യെങ്കിൽ ഞാൻ ലോക്കപ്പിൽ പോയി രവിയെ കാണും.
അച്ഛന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കും. ആരാത്? എന്താണ് വന്നത്? നിങ്ങളേതാ? അമ്മണി ഇവിടെയാണോ താമസിച്ചിരുന്നത്? അതെ. നിങ്ങളാരാ? അവളുടെ അമ്മ. അമ്മയുടെ അമ്മയോ? രവിയുടെ ഭാര്യ? അതെ. നിങ്ങൾ ഇരിക്കണം. വേണ്ട, ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. മനഃപൂർവ്വം രവിയെ അറസ്റ്റ് ചെയ്യിച്ചതല്ല. എന്റെ കുഞ്ഞുങ്ങൾ ഇവിടെ എങ്ങാനും വന്നോ? ഇല്ലല്ലോ. അവരിപ്പോ വീട്ടിലില്ലേ? ഇല്ല. കുഞ്ഞുങ്ങൾ എന്നാണ് വീട്ടിൽ നിന്ന് പോയത്? ഒരാഴ്ചയായി. ഞാൻ പോകുന്നു. നിൽക്കണം. കുഞ്ഞുങ്ങൾ എന്താണ് വീട്ടിൽ നിന്ന് പോയത്? നിങ്ങൾ തല്ലിയോ? ഇല്ല. കാണാതിറങ്ങി പോയതാണോ? അല്ല. പിന്നെ ചേച്ചി കരയണ്ട. ഈ കസേരയിൽ ഇരിക്കണം. ഇരിക്കണം ചേച്ചി. ചേച്ചിയുടെ പേരെന്താണ്? ശാരദ. ശാരദ. ചേച്ചി ഇവിടെ താമസിക്കും. കുഞ്ഞുങ്ങളെ അന്വേഷണം ഉടനെ ആളുകളെ അയക്കാം. എവിടെ ഉണ്ടെങ്കിലും കൊണ്ടുവരും. അയ്യോ വേണ്ട, അവരെന്നെ കാണണ്ട. എന്താണ് കാര്യം? എന്നോട് പറയണം. സ്വന്തം അനുജത്തിയാണെന്ന് വിചാരിച്ചു പറഞ്ഞു. അവനെ കണ്ടാൽ അവൻ കരയും. അപ്പു, എന്റെ മോൻ കരയും. എന്താണ് എന്താണ്? അവരുടെ മനസ്സ് വല്ലാതെ പതറിയിരിക്കും. കുഞ്ഞെ, നീ ഇങ്ങോട്ടൊന്ന് നോക്ക്. നിന്റെ ഭർത്താവിനെ പിടിച്ചു കൊടുത്തത് ഞാനാ. എന്നെനിക്ക് വല്ലാത്ത വേദന. നിന്റെ കൈ ഒന്നിങ്ങോട്ട് നീട്ട്. നിന്റെ കൈ ഒന്നിങ്ങോട്ട് നീട്ട്. ഇത് നീ കൈ. എന്താണിത്? 5000 രൂപയുണ്ട്. നിന്റെ ഭർത്താവിനെ ഒറ്റിക്കൊടുത്തതിന് അവരെനിക്ക് സമ്മാനിച്ചതാണ്. ഈ രൂപ ഇവിടെ ഇരിക്കുന്നിടത്തോളം എന്റെ മനസ്സാക്ഷിയുടെ വേദന മാറുകയില്ല. വേണ്ട, മറ്റൊന്നും വിചാരിക്കരുത് ചേച്ചി. അങ്കിത് തിരികെ വാങ്ങിക്കാൻ. എന്റെ കരൾ പൊട്ടുന്നതിന് മുമ്പ് തിരികെ വാങ്ങിക്കാൻ. പിന്നെ ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് മാപ്പ് തരൂ. ഞാൻ പോകുന്നു. മാലതി മുൻകൈയെടുത്താണ് ഡിഫൻസ് കമ്മിറ്റി ഉണ്ടാക്കിയതെന്ന് അറിയുന്നത് എനിക്ക് എന്ത് സന്തോഷമുണ്ട്. പക്ഷെ അത് എനിക്ക് വേണ്ടി മാത്രമാകരുത്. ഇല്ല, എല്ലാവരെയും ജാമ്യത്തിൽ ഇറക്കാനും കേസ് ബാധിക്കാനും വേണ്ടിയാണ് ഈ ഡിഫൻസ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. ആ സിയടിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ രഹസ്യ കത്ത് വക്കീലിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അച്ഛനോട് ഒട്ടും ദുഃഖിക്കരുതെന്ന് പറയാം. ജാമ്യവാദത്തിന്റെ വിധി അറിഞ്ഞാലുടൻ ജാമ്യം എഴുതി കൊടുക്കാനുള്ള തയ്യാറോടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. കുട്ടികൾ രണ്ടുപേരും എന്റെ കാറിലുണ്ട്. പിന്നെ നമ്മൾ വേണ്ടാന്ന് വെച്ചുകളി. എത്ര വേണമെങ്കിലും എന്നെ അടിച്ചോളൂ. എനിക്ക് ഐഡിയ കെട്ടിയവനായിട്ട് വേണ്ട. ഇവിടെ വന്നില്ലടി. ഇവിടെ വന്നില്ലടി. ഹാമുക്കെ ഇവിടെ വന്നില്ലടി. നീ നമ്മൾ പറയുന്ന പോലെ കേൾക്കുന്നോ? ഇല്ല പപ്പ, ഇല്ല. അയാൾ എന്നെ കെട്ടിയാൽ അന്ന് ഞാൻ മരിക്കും. അയാൾക്ക് 5-6 കെട്ടിയവന്മാരുണ്ട് പപ്പ. അയാൾക്ക് ഇനിയും കെട്ടാം. അദ്ദേഹം ഒരു പോലീസുകാരനാണോ? ആണോ? പിന്നെ ആരാ? യൂണിഫോറോട്ട് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതാ പുള്ളിക്കാരന്റെ ഒരു സാക്ഷ്യം. എനിക്ക് കെട്ടിയവൻ വേണ്ട പപ്പ. ഇവിടെ വന്നില്ലടി ഹാമുക്കെ. എന്തുവാടി നീ പറഞ്ഞത്? എന്തുവാടി നീ പറഞ്ഞത്? പാപ്പ എന്നെ കൊന്നോ? എനിക്ക് കെട്ടിയവൻ വേണ്ട. നമ്മളിനി എന്തോ ചെയ്യും? മാമാ. ആരാണത്? ഞമ്മളാണ് മാമ. ആര്? കൊച്ചുകാശിമാ? കേറി വാ മോനെ. ഞമ്മക്ക് അങ്ങോട്ട് വരാൻ വയ്യ മാമ. നീ വിഷമിക്കണ്ട മോനെ, കേറി വാ കൊച്ചുകാശിം.
അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ഉയരുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിനക്ക് കെട്ടിച്ച്. ഞമ്മക്ക് അങ്ങോട്ട് വരാൻ വയ്യ മാമ. നീ കേറി വാ മോനെ, മാമനെ വിളിക്കുന്ന കേറി വാ. ഇങ്ങോട്ട് കേറി വാ മോനെ. നബീസാന 3-4 മാസം കഴിഞ്ഞ് നമ്മള് കെട്ടിക്കോളാം മാമ. ഇപ്പൊ നമ്മൾ അവളെ കെട്ടിയോ നമ്മള് തൊപ്പി പോകും മാമ. നബീസ ബീവി മാറ എന്താണ് നമ്മളിങ്ങനെ നോക്കണത്? അപ്പഴേ സാറിന് ഇപ്പൊ സാക്ഷസ് ഇല്ലയോ? യൂണിഫോം ഇട്ടെങ്കിലും സ്റ്റാറ്റസിന് ഒരു കുറവില്ല മാമ. നബീസാന 2 മാസം കഴിഞ്ഞ് നമ്മള് കെട്ടിക്കോളാം കേട്ടോ മാമ. അങ്ങനെ നമ്മളിപ്പോ അവളെ കെട്ടിക്കുന്നില്ല. സാക്ഷസുള്ള ഒരുത്തന്റെ കൂടെ നമ്മൾ അവളെ വിടുന്നുള്ളൂ. എന്റെ റബ്ബേ. അതാരാണപ്പ? അല്ല, ഇതാരാണപ്പാ? നമ്മളിപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാണ്. എന്താടോ തീപ്പെട്ടി കൊള്ളി പോലെ നിൽക്കുന്നത്? നോക്കണം, നോക്കേ, ആമ്പിളർക്ക് കിട്ടിയ സ്വീകരണം. അപ്പോ കുറിപ്പ് ചേട്ടനും ആന്തരിയ മോളെ, ഞാനും നിങ്ങളുടെ കൂടെ ആയി, അല്ലെങ്കിൽ ഉമ്മാർ എന്നെ ആക്കി. ആ നബീസ, നമ്മുടെ രവിയുടെ ജാമ്യത്തിലുള്ള അപേക്ഷവാദം ഇന്ന് കേൾക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളും ഇതിലോട്ട് ചേർന്ന ചേർന്നത് തന്നെ ഞങ്ങൾ വിടാൻ പോകുന്നു.